അല്ല, ഞാൻ ഒരു കാര്യമുണ്ട്. ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും വലിയ എക്സ്ചക്കറിനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിന്റെ കളറൊന്നും നോക്കില്ല, ഏത് കാറാണ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ തൽക്കാലം കാറൊന്നും പുതിയതൊന്നും വേണം. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിന്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുന്നവർ പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലുണ്ടാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളെന്ന് പറഞ്ഞു. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇതിനു മുമ്പ് പോയവരെയൊന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒന്ന്. രണ്ട്, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മുകളിലിരിക്കുന്നവർ അല്ലേ കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ക്ലിയറാണ്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ നമ്മുടെ താഴെയുള്ളവർ മുഴുവൻ കാണിക്കും. അതിനുള്ള ശേഷി കേരളത്തിലെ ഖജനാവിനില്ല. താങ്ക് യു. ക്യാബിനറ്റ് രൂപീകരിച്ചിട്ടില്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല, അധികാര കസേരയിലേക്ക് മനുഷ്യനൊന്ന് ഇരുന്നിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര, അധികാര കസേര എന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആ മനുഷ്യനൊന്ന് ഇരുന്നിട്ട് പോലുമില്ല. പക്ഷെ അതിനു മുമ്പേ എത്ര നീറ്റായിട്ട്, എത്ര ക്ലീൻ ആയിട്ട്, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടുകൾ ആ മനുഷ്യൻ്റെതൊന്ന് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട ചില കോൺവേകളുണ്ട് അല്ലേ, സാധാരണക്കാരൻ്റെ ജീവിതം വഴിമുട്ടിച്ചിട്ട് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് മണിക്കൂറുകളോളം റോഡുകളും വഴികളും അടച്ചിട്ടിട്ട് ഒരു 10-50 വണ്ടിയുടെ വലിയ നീണ്ട ക്യൂ അല്ലേ, അതും സാധാരണക്കാരൻ്റെ നെഞ്ചത്തുകൂടി കയറ്റിയിട്ടുള്ള യാത്ര. അവിടെയാണ് സതീശൻ വ്യത്യസ്തനാകുന്നത്. സതീശന് വേണമെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി കോൺവേ ഉപയോഗിക്കാം. സതീശന് വേണമെങ്കിൽ പുതിയൊരു വാഹനം തന്നെ വാങ്ങിയാം. സതീശന് വേണമെങ്കിൽ തനിക്കിഷ്ടമുള്ള നിറത്തിൽ ഇഷ്ടമുള്ള കമ്പനിയുടേത്, ലോകത്തിലെ ഏറ്റവും അത്യാഡംബര കമ്പനിയുടെ ഒരു കാറ് തന്നെ വേണമെങ്കിൽ നിരത്തിലിറക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സതീശൻ അതിനില്ല. ആ മനുഷ്യൻ്റെ നിലപാടുകൾ, ആ മനുഷ്യൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക്, ഈ പറയുന്ന ശൈലി മാറ്റം, അധികാരത്തിൻ്റെ ശൈലി തന്നെ മാറ്റാൻ പോവുകയാണെന്നാ പറഞ്ഞത്. അധികാരത്തിൻ്റെ ആ സംസ്കാരം തന്നെ മാറ്റാൻ പോവുകയാണ്. വളരെ കൃത്യമായി അയാൾ വാക്കുകൊണ്ടല്ല മാറ്റാൻ ശ്രമിക്കുന്നത്, മറിച്ച് ആ മനുഷ്യൻ പ്രവൃത്തിയിലൂടെ ആ മനുഷ്യൻ എല്ലാത്തിനും തുടക്കം കുറിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് വാക്കും പ്രവൃത്തിയും നിലപാടുകളും ഒക്കെ നട്ടലുള്ളവൻ്റെതാകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ നിലപാടുകൾ എന്ന് പറയുന്നത് നാവ് കൊണ്ട് മാത്രം പറയാനുള്ളതല്ല, അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. ആ മനുഷ്യൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, കൃത്യമായിട്ട്. ഇന്നിപ്പോൾ വന്ന വാർത്ത എന്താ? വഴി തടയരുത്, മുഖ്യമന്ത്രിയുടെ യാത്രക്ക് വേണ്ടിയിട്ട് വഴി തടയരുത്. അതുപോലെ എസ്കോർട്ടും പൈലറ്റും ആകെ പറഞ്ഞത് ഒരൊറ്റ വാഹനം, വഴി കാട്ടാനായിട്ടൊരു വാഹനം മാത്രം മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരുക്കേണ്ട സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വാഹനം എസ്കോർട്ട്, ഒരു വാഹനം പൈലറ്റായിട്ട്, അങ്ങനെ 2 വാഹനങ്ങൾ, മൊത്തം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം അടക്കം 3 എണ്ണം. അതാണ് അദ്ദേഹം പറഞ്ഞ വിരലിൽ എണ്ണാവുന്നതിലും താഴെയുള്ള വാഹനങ്ങൾ എന്ന് മാത്രം. ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് എനിക്കത് വേണ്ട എന്നാണ്, പക്ഷേ ഒരു ഔപചാരികത മുൻനിർത്തിക്കൊണ്ട് മാത്രം അദ്ദേഹത്തിന് 2 വാഹനങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ നിലപാടാകുന്നത്? അത് പ്രാവർത്തികമാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും അത് തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളതല്ല, അത് ഒന്നാകുമ്പോൾ. അന്തരമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം.
അത് മറ്റൊന്നാണ്. ഇത് അതല്ല. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ഒന്നാകുക. ആ മനുഷ്യൻ്റെ നിലപാടുകൾ, ആ മനുഷ്യൻ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ മനുഷ്യൻ ഇന്ന് പ്രാവർത്തികമാക്കുകയാണ്. തുടങ്ങിയിട്ടില്ല. ആ മനുഷ്യൻ ആരംഭം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപേ ആ മനുഷ്യൻ ചില തീരുമാനങ്ങൾ എടുക്കുക, മാതൃകയാവുകയാണ്. ആ മനുഷ്യന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് അധികാരത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഈ അധികാരം തൻ്റെ ജനതയ്ക്ക് വേണ്ടി, തൻ്റെ കേരളത്തിന് വേണ്ടി, ആ കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് പരിതാപകരമായ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കേരളത്തെ അതിൽ നിന്ന് മാറ്റി ഒരു പുതിയ യുഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം എന്തുകൊണ്ട് സതീശൻ ആഗ്രഹിച്ചു? കേരളത്തിൻ്റെ പൊതുസമൂഹം എന്തുകൊണ്ട് സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചു? അതിനുള്ള ഉത്തരം അയാളുടെ പ്രവർത്തികളാണ് എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. എത്രമാത്രം കൃത്യമായ നിലപാടുകളാണെന്ന് നോക്കി നിങ്ങൾ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതൊക്കെ ഇപ്പോൾ നമ്മളന്ന് ചിരിച്ചതാണ്, നമ്മളന്ന് വിമർശിച്ചതാണ്, നമ്മൾ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചതാണ്. ഇന്ന് അങ്ങനെ ഒരു ചോദ്യങ്ങൾക്ക് ഇടവരുത്താതെ കൃത്യമായിട്ട് തൻ്റെ നിലപാടുകൾ ആ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുകയാണ്. എത്രമാത്രം മനോഹരമായ ഒരു പ്രക്രിയയാണെന്ന് നോക്കൂ. ആ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ പല വാക്കുകളും അധികാരത്തിലെത്തുമ്പോൾ ചുറ്റും കൂടുന്ന സ്തുതിപാഠകരെക്കുറിച്ച്, ചുറ്റും കൂടുന്ന കുഴലൂത്തുകാരെക്കുറിച്ച്, മുട്ടിലിഴന്ന് സ്തുതി പാടുന്ന സംഘത്തെക്കുറിച്ച് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മുടെ കാതുകളിൽ മുഴങ്ങും. കാരണം അത്രമാത്രം നമ്മൾ കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഈ മനുഷ്യൻ കാരണക്കാരനാകാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അടിവരയിടുകയാണ്. ഇപ്പം അധികാര കസേര ക്യാബിനറ്റ് രൂപീകരിച്ചിട്ടില്ല, അധികാര കസേരയിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുൻപേ അയാൾ കൃത്യമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു തലക്കുന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇന്ന് ആ മനുഷ്യൻ പലപ്പോഴായിട്ട് ഇന്നത്തെ ദിവസം നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വർഗീയതക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, വെറുപ്പിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ കൃത്യമായിട്ട് കേരളത്തിലെ മറ്റുള്ള അധികാര കേന്ദ്രങ്ങൾക്ക് അല്ലെന്നേ രാജ്യത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് മാതൃകയാകും വിധമുള്ള പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുകയാണ്. എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളതാ. നിലപാടുകളുടെ രാജകുമാരൻ എന്നൊന്നും നമ്മൾ വെറുതെ പറഞ്ഞതല്ല. നിലപാടുകൾ ആ മനുഷ്യൻ പ്രാവർത്തികമാക്കിയത് കൊണ്ടാ. 4 വോട്ടിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് മുൻപ് 4 വോട്ടിന് വേണ്ടി ആ മനുഷ്യൻ നിലപാടുകൾ മാറ്റിയില്ല. വർഗീയ കോമരങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസും ചെയ്തില്ല. ആ മനുഷ്യൻ വർഗീയതക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടേയിരുന്നു. ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് അയാളുടെ ജീവിതം സമാധാനപൂർവ്വമാകണം എന്നായിരുന്നില്ല. മറിച്ച് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് കേരളത്തിൻ്റെ പൊതുസമൂഹം, വരുന്ന തലമുറ, നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള്, അവരൊക്കെ സമാധാനത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ 4 വോട്ടിന് വേണ്ടി ഒരു കോംപ്രമൈസിനും ആ മനുഷ്യൻ തയ്യാറായില്ല. അപ്പം നിങ്ങളൊന്ന് നോക്കൂ, തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസിന് നിൽക്കാത്ത ആ മനുഷ്യൻ, സോഷ്യൽ ഫാബ്രിക്കിന് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തുമ്പോൾ കോംപ്രമൈസ് ആകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോംപ്രമൈസ് ആവേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നില്ലേ, അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മാതൃകയാണ് സതീശൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സതീശൻ വരാതിരിക്കാൻ വേണ്ടി പലരും പലതും പണിയെടുത്തുകൊണ്ടിരുന്നത്. കാരണം സതീശൻ എല്ലാ അർത്ഥത്തിലും പണിയാകും, പാരയാവും. സതീശൻ്റെ പ്രവർത്തനങ്ങൾ അത് മാതൃകയാവും, കേരളത്തിൽ അത് ചർച്ചയാവും, അത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു സതീശൻ വരരുത്, മറ്റാര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിലേക്ക് പലരും എത്തിയത്. അത് സതീശനെ പിന്തുണക്കുന്നവരല്ല കേട്ടോ, സതീശനെ
സതീശനെ എന്ന് മാത്രമല്ല, UDF-നെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും എതിർക്കുന്ന ആളുകൾ പോലും സതീശൻ വരാതെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റാര് വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നിലപാട് കൊണ്ട് ചരിത്രം രചിക്കുകയാണ്. നിലപാട് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് നാക്കുകൊണ്ടുള്ള നിലപാടല്ല, മറിച്ച് പ്രവൃത്തി കൊണ്ട് അയാൾ നിലപാടനായി മാറുകയാണ്. സതീശൻ എന്ന നിലപാടൻ അല്ലേ? വടശ്ശേരി ദാമോദരൻ സതീശൻ നിലപാടൻ, വടശ്ശേരി ദാമോദരൻ നിലപാടൻ സതീശൻ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. കാരണം ആ മനുഷ്യൻ്റെ മാതൃക അയാളുടെ പ്രവൃത്തിയാണ് എന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈയടിക്കാതെ പറ്റുമോ? എന്തുകൊണ്ട് കേരളം ഒന്നടങ്കം സതീശൻ 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 സതീശൻ? ഞാൻ 1000 തവണ പറഞ്ഞതാ, കേരളം വോട്ട് ചെയ്തത് സതീശനാ. സതീശൻ്റെ നിലപാടുകൾക്കാ, സതീശൻ്റെ കാഴ്ചപ്പാടുകൾക്കാ, സതീശൻ്റെ വീക്ഷണങ്ങൾക്കാ, സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനാ എന്ന് പറഞ്ഞതിനുള്ള കാരണം ഇതാ. ആ മനുഷ്യൻ ഇത്രയും കാലം പറഞ്ഞത് ഇന്ന് അയാൾ നടപ്പിലാക്കുന്നു. വന്ന് കയറുമ്പോൾ തന്നെ അയാൾ നിലപാടുകളുടെ രാജകുമാരനായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്.